ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റുഡൻറ്റ് മേറ്റ്. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദി ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു ആൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഹൂ ഡ്രൂ കാറ്റ്സ്, പൂച്ചകളുടെ ചിത്രം വരയുന്ന ഒരു ആൺകുട്ടിയെക്കുറിച്ച്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോകാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതൊന്ന് വായിക്കാം. ഹോപ്പ് യു എൻജോയ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ യു കെയിം അക്രോസ് ടിൽ ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി. നമ്മൾ ആദ്യം പഠിച്ച സ്റ്റോറിയെക്കുറിച്ചാണ്. എന്തായിരുന്നു അതിൻ്റെ പേര്? ദി മിസ്റ്റീരിയസ് പിക്ചർ. അത് നമ്മൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. അതിലാരായിരുന്നു സെൻട്രൽ ക്യാരക്ടർ? ടിൽ, ഹു ഈസ് എ പെയിൻറ്റർ. ഇൻ ദിസ് സ്റ്റോറി യു വിൽ സീ എ ബോയ് ഹു ഈസ് എ പെയിൻറ്റർ ഹു നോസ് ടു ഡ്രോ ഓൺലി കാറ്റ്സ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറിയിലും ഒരു ആൺകുട്ടിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അവനും ഒരു പെയിൻറ്ററാണ്, പക്ഷെ അവൻ എന്താ പറയുക, ഒരു പൂച്ചകളുടെ ചിത്രം മാത്രമേ വരയുള്ളൂ. ഇറ്റ്സ് എ ജാപ്പനീസ് ഫോക്ക് ടെയിൽ. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. A long time ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. Long time ago, ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ ഒരു കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ. അപ്പോൾ ജപ്പാനിൽ നടക്കുന്ന സ്റ്റോറിയാണ്. ജപ്പാനിലൊരു കൺട്രി വില്ലേജിൽ ഒരു പാവപ്പെട്ട ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ വൈഫും താമസിച്ചിരുന്നു. ഹു വർ വെരി ഗുഡ് പീപ്പിൾ. അവർ നല്ല ആളുകളായിരുന്നു. They had a number of children and found it very hard to feed them all. അവർക്ക് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതേപോലെ 1-2 കുട്ടികളല്ല, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി അവർക്കൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണ്ട. അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാവപ്പെട്ട ഫാമിലിയാണ്. The elder son was strong enough when only 14 years old to help his father. അപ്പോൾ അവരുടെ മൂത്ത മകൻ എൽഡർ സൺ 14 വയസ്സായപ്പോൾ തന്നെ അച്ഛനെ സഹായിക്കാൻ, കൃഷിയിൽ സഹായിക്കാൻ വേണ്ടി തുടങ്ങി. അവൻ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു അവൻ്റെ ശരീരം. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺ ടു ഹെൽപ്പ് ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. അപ്പോൾ അവരുടെ ചെറിയ പെൺകുട്ടികൾ അമ്മയെ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ മുതൽ അവർക്ക് നടക്കാൻ കഴിയാൻ തുടങ്ങിയ അന്ന് മുതലേ അവർ അമ്മയെ ചെറിയ കാര്യങ്ങൾ സഹായിച്ച് ജീവിക്കൽ തുടങ്ങി. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. പക്ഷെ അവരുടെ ഏറ്റവും ചെറിയ മകൻ ഒരു ഹാർഡ് വർക്കിനൊന്നും ഫിറ്റായ ഒരു ബോഡി ആയിരുന്നില്ല അവൻ്റെ. കുറച്ച് വീക്കാണ്. മറ്റുള്ളവരൊക്കെ സ്ട്രോങ് ആണ്. 14 ഇയേഴ്സ് ആയപ്പോഴേക്കും മൂത്ത മകൻ അച്ഛനെ കൃഷിയിൽ സഹായിക്കുന്നു. പെൺകുട്ടികളൊക്കെ തന്നെ അമ്മയെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്നുണ്ട്. പക്ഷെ ചെറിയ മകൻ കുറച്ച് വീക്കാണ്. ഹി വാസ് വെരി ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവൻ പക്ഷേ വളരെ ബുദ്ധിയുള്ള ആളായിരുന്നു. ബുദ്ധിമാനാണ്. ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവൻ്റെ മറ്റുള്ള ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനേക്കാളൊക്കെ ഒരുപാട് ബുദ്ധിയുള്ള ആളാണ്. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷെ അവൻ വീക്കാണ്, അതുപോലെ തന്നെ ചെറിയതാണ്. ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു അവന് കൂടുതൽ ഉയരില്ല, അവന് കൂടുതൽ നീളം വെക്കില്ല എന്ന് പറയാണ്. കാരണം നമ്മളിപ്പോൾ കാണാറില്ലേ, ചെറിയ ഉയരമില്ലാത്ത ആളുകൾ നമ്മൾ സർക്കസിലൊക്കെ കോമാളികളൊക്കെ പോലെ കാണാം. അതുപോലെ ഉയരമില്ലാത്ത ശരീരം വീക്കായിട്ടുള്ള ആളാണ് ഈ ചെറിയ മകൻ. So his parents thought it would be better for him to become a priest than to become a farmer. അപ്പോൾ അവൻ്റെ പാരൻസ് ചിന്തിച്ചു അവനൊരു ഫാമർ ആവുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രീസ്റ്റ് ആവുന്നതാണ്. പ്രീസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പുരോഹിതൻ. അതാകുമ്പോൾ ശരീരം കൂടുതൽ പണിയെടുക്കണ്ടല്ലോ. വീക്കായ ശരീരത്തിൽ കൊണ്ട് അവന് ഫാമർ ആവാൻ പറ്റില്ല. ഫാമർ ആവാൻ നല്ല പണിയെടുക്കണം. അപ്പോൾ അവന് ഈ ശരീരം കൊണ്ട് ഒരു ഫാമർ ആവാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് അവന് പ്രീസ്റ്റ് ആവുന്നതാണ്, ഒരു പുരോഹിതനാവുന്നതാണ്. They took him with them to the village temple one day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that a priest ought to know. അപ്പോൾ അങ്ങനെ അവനെയും കൊണ്ട് അവരുടെ അടുത്തുള്ളൊരു വില്ലേജ് ടെമ്പിളിലേക്ക് പോയി. അവിടുത്തെ ഓൾഡ് പ്രീസ്റ്റ്, അതായത് അവിടെ ആദ്യം ഉള്ള പുരോഹിതൻ്റെ അടുത്ത് അവർ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? If he would have their little boy for his acolyte and teach him all that a priest ought to know. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീസ്റ്റിൻ്റെ സഹായിയായിട്ട് ഇവനെ കൂടെ നിർത്തുമോ എന്ന് ചോദിക്കുകയാണ്. ഒപ്പം തന്നെ വേറെ കാര്യം ചോദിക്കുന്നത് എന്താണ്? ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ought to know. ഒരു പ്രീസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവനെ പഠിപ്പിക്കാൻ വേണ്ടിയും ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ അക്കലൈറ്റായി നിർത്തി ഇവനെ ഒരു പ്രീസ്റ്റിന് വേണ്ട രീതിയിൽ അവനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അവിടെയുള്ള ആ വില്ലേജ് ടെമ്പിളിലുള്ള ഓൾഡ് പ്രീസ്റ്റിൻ്റെ അടുത്ത് അവർ ആവശ്യപ്പെടുകയാണ്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ് ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ആ പഴയ പ്രീസ്റ്റ് ആ ലാഡ് എന്ന് പറഞ്ഞ ബാലൻ, ആ ചെറിയ കുട്ടി, ഈ കുട്ടീനെയാണ് ഉദ്ദേശിക്കുന്നത്, അവൻ്റെ അടുത്ത്
വളരെ കൈൻഡായി സംസാരിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ അക്യുറേറ്റായി നിർത്തുക എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ബുദ്ധി വേണമെന്ന്, അപ്പോൾ അവൻ അതിനൊക്കെ ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചു. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. അപ്പോൾ അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ അവൻ വളരെ ക്ലെവറായിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തു. അപ്പോൾ അത് കാരണം ആ പ്രീസ്റ്റ് അവനെ ആ ടെമ്പിളിൽ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കലൈറ്റായിട്ട് ആ ടെമ്പിളിൽ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. അതുപോലെ തന്നെ അവന് ഒരു പ്രീസ്റ്റ്ഹുഡിന്, അതായത് ഒരു പ്രീസ്റ്റ് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം എന്നും അഗ്രി ചെയ്തു. അവൻ്റെ പാരൻസിനോട് സമ്മതിച്ചു. The boy learned quickly what the old priest taught him and was very obedient in most things. അപ്പോൾ ഇദ്ദേഹം, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അവൻ വളരെ ബുദ്ധിയുള്ള ആളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇവൻ ക്വിക്കായി തന്നെ വളരെ പെട്ടെന്ന് തന്നെയൊക്കെ പഠിച്ചെടുത്തു. ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. ഇദ്ദേഹം പറയുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളിലും ഇവൻ ഒബീഡിയൻ്റ് ആയിരുന്നു, അനുസരണയുള്ള ആളായിരുന്നു. ഇൻ മോസ്റ്റ് തിങ്സ്, അതായത് ഒരുവിധം എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ അവന് കുറച്ച് ഡിസൊബീഡിയൻ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. അതെ, അപ്പോൾ അവനൊരു ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. എന്താണ്? ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. സ്റ്റഡി അവേഴ്സിൽ പഠിക്കുന്ന ടൈമിൽ പോലും അവന് എന്താണ് ഇഷ്ടപ്പെടുന്നത്? പൂച്ചകളുടെ ചിത്രം വരയാനാണ് അവന് ഇഷ്ടപ്പെടുന്നത്. ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വർക്ക് കാറ്റ്സ് ഔട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. പൂച്ചകളുടെ ചിത്രം വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും എവിടെ കണ്ടോടം വെച്ച് അവൻ പൂച്ചകളുടെ ചിത്രം വരഞ്ഞു വെക്കുമായിരുന്നു. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ഫോൾട്ട്. Whenever he found himself alone, he drew cats. അവൻ എപ്പോഴൊക്കെ ഒറ്റക്കാവുന്ന അപ്പോഴൊക്കെ അവൻ പൂച്ചകളുടെ ചിത്രം വരയും. He drew them on the margins of the priest book and on all the screens of the temple and on the walls and on the pillars. അപ്പോൾ അവൻ എവിടേക്കാണ് പൂച്ചകളുടെ ചിത്രം വരഞ്ഞിരുന്നത്? On the margins of the priest book. അപ്പോൾ അവന് പ്രീസ്റ്റ് ആവാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അത്രയും വലിയ ബുക്ക്, അത്രയും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ബുക്കിൽ പോലും, ബുക്കിൻ്റെ മാർജിനിൽ, അതുപോലെ ടെമ്പിളിൻ്റെ സ്ക്രീൻസിൽ, വാളെന്ന് പറഞ്ഞാൽ ചുമരിൽ, ആൻഡ് ഓൺ ദ പില്ലേഴ്സ്, ടെമ്പിളിൻ്റെ തൂണുകളിൽ വരെ അവൻ കാറ്റുകളുടെ, പൂച്ചകളുടെ ചിത്രം വരഞ്ഞു വെക്കുകയാണ്. സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്, ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്സ്. ഹി ഡ്രൂ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? പ്രീസ്റ്റ് അവനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചിത്രം എല്ലായിടത്തും ഇങ്ങനെ ചിത്രം വരഞ്ഞ് വെക്കരുത്, പൂച്ചകളുടെ ചിത്രം വരയരുത് എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേൾക്കുന്നില്ല. അവന് എവിടെയാണോ അവന് പറ്റുന്നത് വെച്ചെങ്കിൽ അവിടെയൊക്കെ അവൻ ഈ പൂച്ചകളുടെ ചിത്രം വരഞ്ഞു വെക്കുകയാണ്. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി എൻ അക്കലൈറ്റ്. എ ഗുഡ് അക്കലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. അപ്പോൾ എന്താണ് അവനെ വിളിക്കുന്നത്? ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. എന്താണ്? ഒരു ആർട്ടിസ്റ്റിന് വേണ്ട എല്ലാ ബുദ്ധിയും ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒരു ജീനിയസ് ആണ് അവൻ എന്നാണ് അവൻ കരുതുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട എല്ലാ കഴിവും അവനുണ്ട്. അതായത് ഒരു പൂച്ചയുടെ ചിത്രം എവിടെ വേണമെങ്കിലും വരഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ അത്രയും ഒരു ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റിന് വേണ്ട എല്ലാ കഴിവും അവനുണ്ട്. And just for that reason he was not quite fit to be an acolyte. A good acolyte should study books. ആ ഒരു ഒറ്റ കാരണം കൊണ്ട്, ഹീ ഈസ് എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് എന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രം അവന് ഒരു അക്കലൈറ്റ് ആവാൻ അവൻ ഫിറ്റല്ല. അവൻ ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് ഫിറ്റ്. എ ഗുഡ് അക്കലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു ഗുഡ് അക്കലൈറ്റ്, ഒരു നല്ലൊരു അക്കലൈറ്റ് ബുക്സ് പഠിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ ചിത്രം വരഞ്ഞു വെക്കല്ല വേണ്ട. അപ്പോൾ ഒരു അക്കലൈറ്റിൻ്റെ വേണ്ട ഗുണമല്ല അവനുള്ളത്, ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഗുണമാണ് അവനുള്ളത്. One day after he had drawn some very clever pictures of cats upon a paper screen. The old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist." അപ്പോൾ ഒരു ദിവസം അവനിങ്ങനെ ക്ലെവറായിട്ടുള്ള പിക്ചേഴ്സ്, അതായത് പൂച്ചയുടെ തന്നെ വെറുതെ ഒരു പൂച്ചയുടെ പിക്ചറല്ല, പൂച്ചയുടെ തന്നെ പല ഭാവങ്ങളിലുള്ള പിക്ചേഴ്സ് അവന് ഒരു പേപ്പർ സ്ക്രീനിൽ വരയാണ്. അപ്പോൾ ഓൾഡ് പ്രീസ്റ്റ് അവനോട് വളരെ കാര്യമായിട്ട് പറയാണ്, "മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്." നീ ഇവിടെ, മൈ ബോയ് അവനെ വിളിക്കുകയാണ്, നീ ഈ ടെമ്പിളിൽ നിന്ന് പോയിക്കോളൂ. "യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്."
നിനക്കൊരു ഗുഡ് പ്രീസ്റ്റ് ആവാൻ കഴിയില്ല. കാരണം ഒരു ഗുഡ് പ്രീസ്റ്റിന് വേണ്ട ഗുണം എന്തായിരുന്നു? ഗുഡ് അക്കലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു സഹായി അക്കലൈറ്റ് ബുക്സ് സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെയാണ് പ്രീസ്റ്റ് ആവുക. പക്ഷേ ഇവന് സ്റ്റഡി ചെയ്യാനൊന്നും ടൈമില്ല. ഇവന് എപ്പോഴും ക്യാറ്റിൻ്റെ ചിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നീ ഇപ്പോൾ ടെമ്പിളിൽ നിന്ന് പോയിക്കോളൂ, നീ ഒരു ഗുഡ് പ്രീസ്റ്റ് ആവില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷേ നീ ഒരു നല്ലൊരു കലാകാരൻ, നല്ലൊരു ആർട്ടിസ്റ്റ് ആവും. നൗ ലെറ്റ് മീ ഗിവ് എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഇനി ഞാൻ ലാസ്റ്റ് ഒരു അഡ്വൈസും കൂടി നിനക്ക് തരികയാണ്. ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഈ അഡ്വൈസ് നീ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസാണ് ഞാൻ തരാൻ പോകുന്നത്. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. എന്താണ് പറയുന്നത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. രാത്രികാലങ്ങളിൽ വലിയ പ്ലേസ് അവോയ്ഡ് ചെയ്ത് ചെറിയ പ്ലേസ് നീ കീപ്പ് ചെയ്യുക എപ്പോഴും എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ അർത്ഥം, അതിന് വളരെ വലിയ അർത്ഥമാണ് ഉള്ളത്. പക്ഷെ നമുക്ക് തന്നെ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ മനസ്സിലാവുന്നില്ല എന്താണ് ഇത് ഇദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അതൊരിക്കലും മറക്കരുത് എന്ന് പറയുന്ന ഒരു അഡ്വൈസാണ്. The boy did not know what the priest meant by saying avoid large place, keep to small. അപ്പോൾ അവനും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പ്രീസ്റ്റ് അങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസ്, കീപ് ടു സ്മോൾ. ആ വേർഡ് നമ്മൾ പഠിക്കണം. കാരണം നമുക്കിത് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു വേർഡാണ്. എന്ത് അഡ്വൈസാണ് കൊടുത്ത് എന്നുള്ളത് ചോദിക്കുമ്പോൾ ഇത് സെയിം ആ വേർഡ് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് ആ സെൻറ്റൻസ് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അപ്പോൾ ലാർജ് പ്ലേസ് അവോയ്ഡ് ചെയ്ത് സ്മോൾ പ്ലേസ് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രീസ്റ്റ് അത് പറഞ്ഞത്, എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് അവന് മനസ്സിലായില്ല, നമുക്കും മനസ്സിലായില്ല. ഹി തോട്ട് ആൻഡ് തോട്ട് വൈൽ ഹി വാസ് ടൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ടു ഗോ എവേ. അപ്പോൾ അവന് പോവാൻ വേണ്ടിയുള്ള അവന് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ അവിടുന്ന് പോകാൻ വേണ്ടി അവൻ്റെ ക്ലോത്ത്സൊക്കെ റെഡിയാക്കണം. ആ സമയത്തും അവൻ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞു, അങ്ങനെ ഡയലോഗ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടാണ് ക്ലോത്ത്സൊക്കെ റെഡിയാക്കുന്നത്. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. പക്ഷെ അവനെ എത്ര ചിന്തിച്ചിട്ടും ആ വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു അത് മറക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവനത് മറന്നതുമില്ല, പക്ഷെ അത് മനസ്സിലായതുമില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനി മോർ എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. പക്ഷെ അവൻ പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ അവന് പേടിയായി, പ്രീസ്റ്റിനടുത്ത് ചോദിക്കാൻ പേടിയാണ്. പക്ഷെ അവനൊരു ഗുഡ് ബൈ പറയാൻ മറന്നില്ല. ഒരു ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് അവൻ ഇറങ്ങി. പക്ഷെ എന്തുകൊണ്ട് അത് പറഞ്ഞു, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് അവൻ ചോദിക്കാൻ പേടി കാരണം ചോദിച്ചില്ല. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോലി ആൻഡ് ബിഗൻ ടു വണ്ടർ വാട്ട് ഹീ ഷുഡ് ഡു. അപ്പോൾ അവൻ ടെമ്പിളിൽ നിന്നും പോകുന്നത് ലെഫ്റ്റ് അവിടെ നിന്ന് പോയി വെരി സോറോലി, അവൻ വളരെ ദുഃഖത്തിലാണ് പോയത്, അല്ല സന്തോഷത്തോടെയല്ല അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി എന്ത് ചെയ്യുമെന്ന് അവനെ വണ്ടറടിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവൻ ഒരു ഐഡിയ ഇല്ല അവന്. ഇഫ് ഹി വെൻറ്റ് സ്ട്രേറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്, സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. പിന്നെ അവനൊരു ഓപ്ഷൻ ഉള്ളത് പറഞ്ഞാൽ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അവൻ ചിന്തിക്കുകയാണ് വീട്ടിലേക്ക് പോയാൽ അച്ഛനും അമ്മയും മാത്രം ബുദ്ധിമുട്ടിൻ്റെ ഇടയിലാണ് അവനെ ഈ പ്രീസ്റ്റിനെ അടുത്ത് കൊടുന്നാക്കിയിരിക്കുന്നത്. അവനൊരു പ്രീസ്റ്റ് ആവാൻ വേണ്ടി ഇവിടെ അടുത്ത് കൊടുന്നാക്കിയത്, ഈ ടെമ്പിളിൽ കൊടുന്നാക്കിയത്. പക്ഷെ അവൻ ഇദ്ദേഹത്തെ ഡിസൊബീഡിയൻറ്റ് ചെയ്ത്, അതായത് അനുസരണക്കേട് കാണിച്ച് അവിടെ നിന്ന് പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അച്ഛൻ അവനെ പണിഷ് ചെയ്യും എന്നുള്ള പേടി അവന് വന്നു. അപ്പോൾ സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. അപ്പോൾ അവന് വീട്ടിലേക്ക് പോകാൻ അവന് പേടിയായി. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles away there was a very big temple. അപ്പോൾ അവന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. എന്താണ്? തൊട്ടടുത്ത് തന്നെ ഒരു വില്ലേജിൽ 12 miles away, ഒരു 12 miles അപ്പുറമുള്ള തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വില്ലേജിൽ there was a very big temple. അവിടെ ഒരു വലിയ ടെമ്പിൾ ഉണ്ട്. He had heard there were several priests at the temple. അപ്പോൾ അവൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് പ്രീസ്റ്റുകൾ, ഒരുപാട് പുരോഹിതന്മാരുണ്ട് എന്ന് അവൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദെം ആൻഡ് ആസ്ക് ദെം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്കലേറ്റ്. അപ്പോൾ അവൻ്റെ മൈൻഡിനോട് ചോദിക്കണം. അപ്പോൾ അവൻ്റെ മൈൻഡും കൂടി തീരുമാനം എടുക്കുകയാണ്. എന്താ തീരുമാനം എടുക്കുന്നത്? ആ വലിയ ടെമ്പിളിലേക്ക്, തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ള ആ വലിയ ടെമ്പിളിലേക്ക് പോകാൻ, കേട്ടറിവ് മാത്രമുള്ള ആ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി അവൻ തീരുമാനം എടുക്കുകയാണ്. അവിടെ പോയി അവിടെ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട് എന്ന് അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി അവരുടെ അക്കലൈറ്റ് ആയിട്ട് അവനെ നിയമിക്കുമെന്ന് ചോദിക്കാൻ വേണ്ടി അവൻ പോവുകയാണ്. Now that big temple was closed up
ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്റ്റ്. പക്ഷേ ഇപ്പോൾ ആ വലിയ ടെമ്പിള് ക്ലോസ്ഡ് ആണ്, അടച്ചിരിക്കുകയാണ്. പക്ഷെ അവന് ആ കുട്ടിക്ക് ഇത് അറിയില്ല, ഇത് അടച്ചിരിക്കുകയാണ് എന്നുള്ളത്, ഇപ്പോൾ അത് വർക്കിംഗ് അല്ല എന്നുള്ളത് അവനറിയില്ല. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. അപ്പോൾ ആ ടെമ്പിൾ അടക്കാനുള്ള കാരണം എന്താണ്, ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരു ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു ഭീകര സത്വം, കുട്ടിച്ചാത്തൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു അദൃശ്യ ശക്തി, അങ്ങനെ ഒരു ഗോബ്ലിൻ ഈ പ്രീസ്റ്റുകളെയൊക്കെ അവിടുന്ന് പേടിപ്പിച്ച് ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ ആൻഡ് ഹാഡ് ടേക്കൺ ദ പൊസഷൻ ഓഫ് ദ പ്ലേസ്. അവിടുന്ന് ആ പ്രീസ്റ്റുകളെ, പുരോഹിതന്മാരെയൊക്കെ പേടിപ്പിച്ച് ഗോബ്ലിൻ വിട്ടിട്ട് അവിടുത്തെ ആ ഒരു പ്ലേസിൻ്റെ മൊത്തം കൈവശം ഏറ്റെടുത്ത് അവിടെ അടക്കി വാഴുകയാണ് ഈ ഗോബ്ലിൻ. പക്ഷേ ഇവനിത് അറിയില്ല. സം ബ്രേവ് വേരിയേഴ്സ് ഹാഡ് ആഫ്റ്റർവാർഡ് ഗോൺ ടു ദ ടെമ്പിൾ അറ്റ് നൈറ്റ് ടു കിൽ ദ ഗോബ്ലിൻ, ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ. പക്ഷെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആ ടെമ്പിളിൽ ഈ ഗോബ്ലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരാരും തിരിച്ചു വന്നിട്ടില്ല, അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. കാരണം ഈ ഗോബ്ലിൻ അവരൊക്കെ കൊന്നിരിക്കുകയാണ്. അപ്പോൾ ആരും തിരിച്ചു വന്നിട്ടില്ല. അത്രയും ഡേഞ്ചറസ് ആയ സ്ഥലത്തേക്കാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. പക്ഷെ ആരും ഇവനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവനെന്താ വിചാരിക്കുന്നത്, അവിടെ ഒരു വലിയ ബിഗ് ടെമ്പിൾ ഉണ്ട്, അവിടെ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട്, അപ്പോൾ അവിടെ പോയി അവരുടെ അക്കലൈറ്റായിട്ട് നിൽക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവൻ പോകുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ആ ടെമ്പിൾ വർക്കിംഗ് അല്ല. അവിടെ ഒരു ഗോബ്ലിൻ വന്ന്, ഒരു ഭീകരമായ രൂപം, ഒരു ഭൂതം വന്നിട്ട് അവിടെയുള്ള പ്രീസ്റ്റുകളെയൊക്കെ ഒഴിവാക്കി അവിടെ അടക്കി വാഴുകയാണ്. അപ്പോൾ ആ ഗോബ്ലിനെ എതിർക്കാൻ വേണ്ടി ചെന്ന വാരിയേഴ്സ് പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇവൻ പോകുന്നത്. ആരും ഇവനോട് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല. പക്ഷെ അവൻ്റെ മനസ്സിൽ അവന് പോകുന്നതൊക്കെ ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ് ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്. അവൻ അങ്ങോട്ട് എന്ത് പ്രതീക്ഷയിലാണ് പോകുന്നത്? അങ്ങോട്ട് നടന്നാണല്ലോ പോകുക. നടന്നു പോകുന്ന പ്രതീക്ഷ, അവൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ എന്താണ്? ആ പ്രീസ്റ്റുകൾ, അവിടെയുള്ള ആ വലിയ ടെമ്പിളിലെ പ്രീസ്റ്റുകൾ മൊത്തം അവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും എന്നുള്ള കാര്യം സ്വപ്നം കണ്ടിട്ടാണ് അവൻ ആ ടെമ്പിളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നാൽ എന്ത് സംഭവിക്കാമെന്നറിയില്ല. കാരണം അവിടെ പ്രീസ്റ്റുകളൊന്നുമില്ല, ഒരു ഗോബ്ലിനാണുള്ളത്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗോബ്ലിനാണുള്ളത്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ, ഇതിൻ്റെ ബാക്കി ഭാഗം അവിടെ ചെന്ന് അവൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്